നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്ക് മത്തങ്ങയായിരുന്നു കേട്ടോ ഉച്ചക്കലത്തെ ശാപ്പാടിന് കൂട്ടാനായിട്ടേ. അപ്പം അതിൻ്റെ കുരു ഞാൻ എടുത്തു വെച്ചു. മത്തക്കുരു, പംകിൻ സീഡ്, വളരെ നല്ല സാധനമാണ്. കണ്ടോ, അത് നന്നായിട്ട് കഴുകി അതിൻ്റെ വഴുവഴുപ്പൊക്കെ കളഞ്ഞെടുത്തു. പിന്നെ കുറച്ച് അരിയും കൂടി എടുത്ത് കഴുകി ഒന്ന് നന്നായിട്ട് വെള്ളം വാർന്നപ്പോൾ അതിൽ ഉപ്പ് തിരുമ്പി, പിന്നെ നമ്മുടെ മത്തക്കുരു അതിൽ കൂടെ ഇട്ടു മിക്സ് ചെയ്യുക. എന്നിട്ട് അരി കഴുകിയതും മത്തക്കുരും കൂടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ ഈ അരിമണിയും മത്തക്കുരും അതിനുള്ളിലേക്ക് ഇടാം. പണ്ടത്തെ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. നമ്മൾ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന 4 മണി ചായക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണിത്. നന്നായിട്ട് വറുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. വെറുതെ ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിനുള്ളിലേക്ക് ഇട്ട് ഡ്രൈ ആവണ വരെ അങ്ങോട്ട് ഇളക്കുക. ഇപ്പോൾ കുറേ നേരം വേണം കേട്ടോ. ഇത് കഴുകിയ അരിയല്ലേ, പിന്നെ മത്തക്കുരു നനവുള്ളതാണ്. രണ്ടും കൂടിയിട്ട് അതിൻ്റെ നനവൊക്കെ മാറണ വരെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നനവൊക്കെ മാറി അതിലത്തെ ഉപ്പ് അതിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ചീനച്ചട്ടിയുടെ ഒക്കെ ഉണ്ടോ, ഉപ്പിൻ്റെ അംശമാണ് കേട്ടോ അത് പിടിക്കണത്. നമുക്ക് വീണ്ടും ഇളക്കി ആ അരിമണിയൊക്കെ ഇങ്ങനെ പൊട്ടില്ലേ, ഇവിടെ ഇങ്ങനെ പൊട്ടണ വരെ നമുക്ക് ഇളക്കണം കേട്ടോ. പണ്ട് നമ്മൾ അരിമണി മാത്രം ഇങ്ങനെ വറുത്ത് ചായക്ക് കഴിക്കാറുണ്ട്. പിന്നെ അരിമണി വറുത്തിട്ട് നമ്മൾ ഉണ്ട ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഇത് ഏറ്റവും പഴയ ഒരു പലഹാരമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മത്തക്കുരു ഉണ്ടെങ്കിൽ മത്തക്കുരു വറക്കും, അരിമണി വറക്കും, കാപ്പിയിലിടും, കുടിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചായക്ക് അത് തന്നെയാണ് കേട്ടോ പണി. കാപ്പിയല്ല, ചായയാണ്. അപ്പോൾ ഇത് പഴയ കാല ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ ചെയ്തതാണ്. മാത്രമല്ല, ഈ മത്തക്കുരു ഉണ്ടല്ലോ, മത്തക്കുരു വളരെ നല്ല സാധനം. ഇത് കഴിക്കണേ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണ് കേട്ടോ നല്ലത്. ഇത് അരിമണി പൊട്ടി തുടങ്ങിയിട്ടോ, അതായത് പൊരിഞ്ഞ് തുടങ്ങിയിട്ട് ഓരോന്നോരോന്നായിട്ട് ശബ്ദം കേൾക്കണില്ലേ, ശ്രദ്ധിച്ച് നോക്കൂ. പക്ഷേ ഇത് വറവായിട്ടില്ല കേട്ടോ. നന്നായിട്ട് വറവാകുമ്പോൾ മിക്കവാറും അരികളൊക്കെ പൊരിഞ്ഞിട്ടുണ്ടാവും, ഒരു ചുമന്ന ഗോൾഡൻ കളറ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വാങ്ങാട്ടോ. അതുവരെയും നമുക്ക് ഇളക്കാട്ടോ. ഇപ്പോൾ ഇത് ഇളക്കാൻ നല്ല സുഖമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കാൻ സുഖമാവാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വറവായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വറവാകുമ്പോഴാണ് ഇളക്കാൻ സുഖം ഉണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ, അരിമണിയുടെ കളറ് ആയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. ഇപ്പോൾ അരിമണി കൂടുതലായിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കാണ്ട് അല്ലേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ അരി വറവാവണോടൊപ്പം തന്നെ മത്തക്കുരും വറവാവും കേട്ടോ. ഇനി വാങ്ങി വെക്കാമെന്ന് എനിക്ക് തോന്നണത്. കുറച്ച് നേരം വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം ഈ ചീനച്ചട്ടി തന്നെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ അതിങ്ങനെ നന്നായിട്ടൊന്ന് മുറുകും കേട്ടോ. ഇനി വാങ്ങി വെക്കാം കേട്ടോ. നമുക്ക് 2 മണി എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കാം കേട്ടോ. എന്തായാലും നോക്കണ്ടേ. ഉപ്പൊക്കെ ഉണ്ട് മണിയിൽ. ഒരുവിധം വറവായ പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചുമപ്പായിട്ടുണ്ട് അല്ലേ. ഗോൾഡൻ ബ്രൗൺ കളറ് അരിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് വറവായിട്ടുണ്ട് എന്നർത്ഥം. എങ്കിലും അത് നല്ല മുറുകണമെങ്കിൽ കഴുകിയത് കാരണം കൊണ്ട് അത്ര പോരാ, മുറുകും. ഈ ചീനച്ചട്ടിയിൽ ഇരുന്നത് മുറുകും. അതിനോടൊപ്പം മത്തക്കുരു വലുതായി കണ്ടോ, വീർത്തു കണ്ടോ. ഞാനിത് ചൂടാറിയിട്ട് ഈ ചെപ്പിലിട്ട് വെച്ചു, പ്ലാസ്റ്റിക് ചെപ്പിൽ കണ്ടോ. കഴിച്ചോക്കോ. പണ്ടത്തെ കപ്പലഹാര
ആ മത്തങ്ങ കുടിക്കും കടിക്കുമ്പോഴല്ലോ ഭയങ്കര രസമാണ്. പണ്ടെനിക്ക് അരിയല്ല ഇഷ്ടം കൂടുതൽ മത്തകുരു. അല്ല അല്ല പണ്ടാൾക്കിത് അങ്ങനെ തന്നെ കാപ്പിലിടും. അപ്പോൾ ഇന്നത്തെ പലഹാരം എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്കൊന്നുമില്ലെങ്കിൽ ഇത്തിരി അരി എടുത്തിട്ട് ഒന്ന് കഴുകി ഒന്ന് വറുത്താൽ, ഉപ്പ് കൂട്ടി വറുത്താൽ നല്ല ഒരു പലഹാരമായി. പിന്നെ മത്തക്കുരു ഉണ്ടെങ്കിൽ അതും വറുത്തെടുക്കാം. അപ്പോൾ ഒന്നും കളയണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മത്തക്കുരു ഒരു കാരണവശാലും കളയാൻ പാടില്ല. അത് വീട്ടിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അത് വറുത്ത് കൊടുത്തോളൂ കേട്ടോ.